ഇന്നലെ അറസ്റ്റ് ചെയ്ത് വളരെ ദൂരെയൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ പോലീസ് നടപടി? ഇന്നലെ അങ്ങ് വിശദീകരിച്ചു, എന്നാലും ഇപ്പോഴും ആ ഒരു നടപടി കാലങ്ങളായിട്ട് തുടരുന്ന ആ നടപടിയിൽ ഡൽഹി പോലീസ് മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹി പോലീസ് പ്രത്യേക തരത്തിൽ പെരുമാറുന്നവരാണ്. പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ജനവിരുദ്ധമായ മർദ്ദന സംവിധാനമാണ്. അപ്പോൾ അവരങ്ങനെ പെരുമാറുകയുള്ളൂ. ഇന്നലത്തെ ജാഥ, നിങ്ങൾ എവിടം വരെ ജാഥ നടത്താൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് യോഗം നടത്തി നിങ്ങൾ പിരിഞ്ഞു പോവുകയാണോ, എന്താണ് എന്നുള്ളത് ചോദിക്കാം. അതുമായി പോലീസിന് സഹകരിക്കാം. ട്രാഫിക് തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല ജാഥ പോയത്. ഇന്നലെ രാവിലെ കേരളത്തിൽ നടന്ന കെട്ടിച്ചമച്ച വസ്തുതകളെ ആസ്പദമാക്കിയിട്ടുള്ള റെയ്ഡ്, അതിനോടുള്ള പ്രതിഷേധത്തിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അറിയിച്ച് പെട്ടെന്ന് വരാൻ കഴിയുന്ന ആളുകൾ മാത്രം വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനത്തോട് ഒരു സിവിൽ സൊസൈറ്റിയിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സന്ദർഭത്തെ അത് ജനാധിപത്യപരമായി അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജന്തർ മന്ദറിൽ പ്രകടനങ്ങൾ വന്ന് അല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടി പ്രതിഷേധിക്കാറുണ്ട്. ഇത് മറ്റൊരു രൂപത്തിലാണ്, വളരെ ഹൈ ഹാൻഡഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്. പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഇന്നലെ ഇവിടെ പാർട്ടി ഓഫീസിൽ വന്ന് വൈകുന്നേരം നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഫോൺ ചെയ്ത് അന്വേഷിക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. എനിക്കിപ്പം ആ പിടി ഉന്തലും തള്ളിലും പോലീസിന്റെ ബലപ്രയോഗത്തിലും ശരീരത്ത് പരിക്കെന്ന് പറയാനുള്ളതില്ല, പക്ഷേ ശരീരത്തിന്റെ പല ഭാഗത്തും രാത്രി ചെല്ലുമ്പോഴത്തേക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ CITUവിന്റെ ഡൽഹി ജനറൽ സെക്രട്ടറി മലയാളിയാണ്, അനിയൻ എന്ന് പറയുന്ന സഖാവ്. ആ സഖാവിന്റെ കൈ ഈ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇട്ടെന്ന വിധത്തിൽ വലിയ തോതിൽ പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ്. ഇന്നിപ്പം രാവിലെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കൂടിയാലോചിച്ച് അതിനെക്കുറിച്ച് എന്ത് വേണം എന്ന് ഡൽഹി പാർട്ടിയുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. അനിയന് അത്തരം അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവ് കൃഷ്ണപ്രസാദിന്റെ നേരെയും വലിയ ബലപ്രയോഗം ഉണ്ടായി. അയാൾക്ക് കൈ അനക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്നാണ് മനസ്സിലായത്. രണ്ടുപേർക്ക് ഇങ്ങനെയുള്ള അനുഭവമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കും. ഇതേ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് ആദ്യം ആവശ്യപ്പെടുകയാണ് ചെയ്യുക അറസ്റ്റ് വരിക്കാൻ അല്ലെ ഇവിടുന്ന് മാറാൻ. ഇത് അത്തരത്തിലുണ്ടാകാതെ ആദ്യം തന്നെ വന്ന് ബലപ്രയോഗത്തിലൂടെ നീക്കാനാണ് ശ്രമിച്ചത്. ഇതിനെന്തെങ്കിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതിപ്പോ ഞങ്ങൾ രാവിലെ കൂടിയാലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എത്രയോ കാലമായിട്ട് ബഹുജന സമരങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള സഖാ ബൃന്ദാക്കാരായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെല്ലാം പ്രതിഷേധ പ്രകടനത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ സഖാ ബൃന്ദയോട് സംസാരിക്കാം, ഞങ്ങളോട് ആരോടെങ്കിലും സംസാരിക്കാം. നിങ്ങൾ എവിടം വരെ പോകാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഓഫീസ് വരെ പോകാനാണോ? അപ്പോൾ അവർക്ക് പറയാം, ഇല്ല, ആ ഓഫീസിന്റെ മുമ്പിലേക്ക് പോകാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. നിങ്ങൾ 5-10 മിനിറ്റ് ഏതാനും 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്ററും കൂടെ പ്രകടനം നടത്തിയിട്ട് യോഗം നടത്തിയിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം, അതല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്, സമരം നടത്തുന്നവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അതിനൊന്നും തയ്യാറാകാതെ തീവ്രവാദികളെ പിടികൂടുന്ന മട്ടിൽ അവിടെ വളഞ്ഞു വെച്ച് ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടതാണ്. പെൺകുട്ടികളും യുവതികളും ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല. വളരെ നിഷ്ഠൂരമായ ജനാധിപത്യ വിരുദ്ധമായ അതിക്രമമാണ് ഇന്നലെ ആ പ്രകടനത്തിന്റെ നേരെ. 100-ൽ താഴെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുന്നവരല്ല. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ കല്ലോ വടിയോ എന്തെങ്കിലും തരത്തിൽ പോലീസിനെ നേരെ പ്രയോഗിക്കാനുള്ള, നാട്ടുകാരെ പ്രതിഷേധിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കാറുള്ളതുണ്ട്, അതൊന്നുമില്ല. വെറും കൈയും വീശി കൊടി, ഏതാനും പേരുടെ കയ്യിൽ ചെറിയ കമ്പിനകത്ത് കൊടിയുണ്ട്, അതുമായിട്ട് വന്നതാണ്. അപ്പോൾ വളരെ ഹീനമായ ഒരു സമീപനമാണ്. ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മോഹൻ ഭഗത്തിന്റെയും പോലീസാണ്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് തികച്ചും സംസ്കാരശൂന്യമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു
മർദ്ദക സമീപനമാണ് ഇന്നലെ ഉണ്ടായത്. ഇതേ സമീപനം തന്നെയല്ലേ കേരള പോലീസും പറഞ്ഞത്? അതായത് ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത്, സംഘടിതമായി ആസൂത്രിതമായ ആക്രമണം നടത്തുന്നത്. കേരള പോലീസിന്റെ ആ ഒരു ശൈലി മാറിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആ ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അത്തരം ഒരു നിലപാട് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി തന്നെ അത് പറയുകയും ചെയ്തു. അത് പിന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നന്നാകുക. യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടില്ല. വന്നിട്ടില്ല. ഇത്ര ആളുകൾ സംഘടിച്ച് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായിട്ട് ഉദ്യോഗസ്ഥരെ ഇറക്കാൻ ഈ ഒരു സന്നാഹം ഒരുക്കിയാൽ മതിയായിരുന്നു പോലീസ്. കാരണം നമ്മൾ ഡൽഹി കണ്ടാണ് രാഹുൽ ഗാന്ധി ഒക്കെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ബാരിക്കേഡ് ഒക്കെ വെച്ച് കൃത്യമായി പോലീസ് ആളുകളെ അകറ്റിയിട്ടാണ്. ഇത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവരോട് ഇറങ്ങിക്കോളാൻ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു വീഴ്ചയായിട്ട് കാണുന്നില്ലേ? അതും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള ഇത് വന്നതിന് ശേഷവും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ ഉൾപ്പെടെ 7 തവണയാണ് മാധ്യമങ്ങൾ ഇതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. പക്ഷെ അദ്ദേഹം മൗനമാണ് പാലിക്കുന്നത്. മൗനം മാത്രമല്ല, ഭാവഹാവാദികളിലൂടെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അത് അദ്ദേഹം പുതിയൊരു ശൈലി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച്. ഇത്തരം കാര്യങ്ങളിൽ, പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ഏതാനും വാചകങ്ങളിലെങ്കിലും, മിതമായ വാക്കുകളിലെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് വ്യക്തമാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെയാണ്, അല്ലാതെ ഭാവാഭിനയം നടത്തുന്നയാളിനെ അല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.